വേരിക്കോസ് വെയിൻ അതുപോലെ കാലുവേദന കാൽസ്യക്കുറവൊക്കെ ഉള്ള ആളുകൾക്കുണ്ടല്ലോ അതാ ഈ ഒരു ചീര വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഇത് ഒരാഴ്ച കഴിച്ചാൽ മതി, നമുക്ക് കാലുവേദനയൊക്കെ പമ്പ എടുക്കും കേട്ടോ. കാരണം വേരിക്കോസ് വെയിനൊക്കെ ഉള്ള ആൾക്ക് രാത്രി മസിൽ പെയിൻ അതുപോലെ ഭയങ്കരമായിട്ട് ഉറക്കം, നമുക്ക് കാലുവേദന വന്നിട്ട് ഉറങ്ങാനൊക്കെ പറ്റാത്ത രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പം കാൽസ്യക്കുറവിൻ്റെതായ ഒരു പെയിനുകളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു ചീര നിങ്ങൾ തോരൻ വെച്ച് കഴിക്കുന്നതും ഈ ഒരു രീതിയിലൊക്കെ ഞാൻ കാണിച്ചു തന്ന രീതിയിലൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ ചീരച്ചേമ്പെന്ന് അറിയപ്പെടുന്നതാണ്. ഒട്ടും തന്നെ ചൊറിച്ചിൽ സാധാ ചേമ്പ് നമ്മൾ തോരൻ വെക്കുമ്പോൾ ഉള്ള ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ഇതിന് അങ്ങനെ ഒരു ചൊറിച്ചിലില്ല കേട്ടോ. ഇതിന് കിഴങ്ങില്ല, മെയിനായിട്ട് ഇതിന് കിഴങ്ങില്ല. ഇതിൻ്റെ ചോട്ടിൽ നിന്നും ചെറിയ ചെറിയ തൈകൾ പൊട്ടി മുളച്ചാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് കിഴങ്ങുകളില്ല, കിഴങ്ങ് മെയിനായിട്ടില്ല. മിക്കവർക്കും തന്നെ അറിയാം കേട്ടോ. എന്നാൽ പിന്നെ ചിലർക്കും തന്നെ ഇത് സാധാ ചേമ്പാണെന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഇല ചൊറിയെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇല ചൊറിയത്തില്ല കേട്ടോ. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് നിങ്ങൾ പരമാവധി ഈ ഒരു ചീരനൊക്കെ നിൽക്കുവാണെങ്കിൽ, ഈ ഒരു ചേമ്പിൽ നിൽക്കുവാണെങ്കിൽ ഇത് കുട്ടികൾക്ക് പറിച്ച് നിങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പക്ഷേ നമ്മളിത് തോര വെക്കാൻ നേരത്തെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, നമുക്കിതിൻ്റെ ഈ പുറം ഭാഗത്ത് ഒരു വെള്ള പൊടിയുണ്ട്. അപ്പോൾ ആ ഒരു പൊടി നിങ്ങൾ നന്നായിട്ട് അത് കഴുകി എടുത്തിട്ട് വേണം കേട്ടോ അത് തോര വെക്കാനും കറി വെക്കാനൊക്കെ എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെള്ള പൊടി പോലെ തന്നെ നമ്മൾ ഈ ഒരു താളിൻ്റെ ഈ ഒരു പുറം ഭാഗത്തും ഇതുണ്ട്. അപ്പം ആ പൊടി കളയാനായിട്ട് ഇതൊന്ന് വലിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അതിൻ്റെ ആ പുറം ഭാഗത്തുള്ള തൊലി ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുക്കാം കേട്ടോ. നമുക്കിത് പരിപ്പിൻ്റെ കൂടിയിട്ടൊക്കെ വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും പരിപ്പിൻ്റെ കൂടെ തോരൻ വെച്ചൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് അത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ എന്ന് പറയുമ്പം ഈ ഇതിൻ്റെ ഇല അതുപോലെ തണ്ടും എല്ലാം ഒരുമിച്ച് നമുക്ക് എടുത്തിട്ട് അരിയാം. രണ്ടിൻ്റെയും വേവ് ഒരേ രീതി തന്നെയാണ്, വേറെ ഒരു ഫ്ലേവർ വ്യത്യാസമോ നമ്മളിത് കഴിക്കുമ്പോൾ ചൊറിച്ചിലോ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഇലയും ഇതിൻ്റെ തണ്ടും കൂടെ കൂടിയിട്ട് നിങ്ങളത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുനുകുനൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഈ ഒരു ചേമ്പ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് എത്തി തുടങ്ങിയത്. അതിന് മുൻപൊക്കെ തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇത് കാരണം ബജിക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കാറുണ്ടായിരുന്നു. ബജി ചീര എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെട്ടു ഈ ഒരു ചീര. അതിൻ്റെ ലീഫ് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ മൈദമാവിലൊക്കെ മുക്കിയിട്ട് അത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അത് അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ പരിപ്പും തക്കാളിയൊക്കെ ഇതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതുപോലൊക്കെ ഒന്ന് കറി വെച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തിടാനായിട്ട് എളുപ്പമാണ്. അതുമാത്രമല്ല കാൽസ്യക്കുറവും കാലുവേദന ഒക്കെ ഉള്ള ആളുകൾ, പിന്നെ പ്രത്യേകിച്ച് വേരിക്കോസ് വെയിനൊക്കെ ഉള്ള ആളുകൾക്ക് നല്ലതാണ് കേട്ടോ. കാരണം കാലുവേദന ഉള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് കാലുവേദന മാറും. കാൽസ്യം റിച്ചായിട്ടുള്ള ഒരു താളാണ്. അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡുള്ള ആളുകൾ ഇത് കഴിക്കരുത് കേട്ടോ. യൂറിക് ആസിഡ് കൂടും. അപ്പം യൂറിക് ആസിഡുള്ള ആളുകൾ അതിലൊക്കെ വീഡിയോസ് കാണണമെങ്കിൽ ഈ ഒരു ചീര കഴിക്കാൻ പാടില്ല കേട്ടോ. കാരണം ഒരുപാട് കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഒരു ചീരയാണ്. അപ്പം യൂറിക് ആസിഡൊക്കെ ഉള്ളവർ ഈ ചീരയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കാലുവേദന കൂടും കേട്ടോ. അപ്പം നമുക്ക് സാധാ ആളുകൾക്കൊക്കെ കാലുവേദന, കാൽസ്യക്കുറവുള്ളവരുടെ കാൽസ്യം ഏകദേശം എന്താ നമുക്ക് മാനേജ് ചെയ്ത് നിലനിർത്താനായിട്ട് ഈ ഒരു ചീര നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാൽസ്യം കൂടിപ്പോകും കേട്ടോ. ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ശരീരത്തിൽ അമിതമായിട്ട് ഈ കാൽസ്യം ഉള്ളവർക്കാണല്ലോ യൂറിക് ആസിഡ് വരുന്നതും. അതുപോലെ തന്നെ അത് ഭയങ്കരമായിട്ട് നമുക്ക് മൂത്രത്തിൽ കല്ലൊക്കെ ഉണ്ടാകുന്നത് പ്രോട്ടീൻ കൂടുമ്പോഴാണല്ലോ, കാൽസ്യം കൂടുമ്പോൾ. അപ്പം അങ്ങനെയുള്ള ആളുകൾ കഴിക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളിന്ന് സവാള ഉള്ളിലേക്ക് ഒന്ന് മൂപ്പിച്ച് ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പരിപ്പും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതിങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ചാറ് കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ വെക്കാം. പക്ഷേ അതല്ലാണ്ട് തോരൻ വെച്ചെടുക്കുകയാണെങ്കിലും നമ്മൾ വെറുതെ പരിപ്പ് വെറുതെ വേവിച്ചിട്ട് നമ്മുടെ ഒരു ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചീരയുടെ ഇലയുടെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് തോരൻ വെക്കാം. പിന്നെ പരിപ്പ് മാത്രമല്ല കേട്ടോ, ചെറുപയറൊക്കെ ഇട്ടിട്ട് തോരൻ വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ. അത് ചെറുപയറൊക്കെ മുളപ്പിച്ചിട്ടൊക്കെ തോരൻ വെക്കുവാണെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ചെറുപയറൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു 2 ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടെങ്കിൽ ചെറുപയറൊക്കെ ഒന്ന് മുള പൊട്ടും. അപ്പോൾ ആ ഒരു മുള പൊട്ടി ചെറുപയറും നമ്മുടെ ഈ ഒരു ചീരയുടെ ഇതും കൊണ്ട് കൂടിയിട്ട് അരിഞ്ഞിട്ട് ഒരുമിച്ച് തോരൻ വെക്കുവാണെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ലതാണ് കേട്ടോ, പല്ലിനും എല്ലിനൊക്കെ നല്ലതാണ്. അപ്പം ഈ ഒരു ചീര എവിടെയെങ്കിലും നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ? ഇതിന് പല പേരാണ് അറിയപ്പെടുന്നത്. സുന്ദരിത്താള്, അതുപോലെ ചീരത്താള്, പല പല പേരിലുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഇത് അറിയത്തും കൂടെ ഉണ്ടാവില്ല. ചിലരിപ്പോൾ പറയും കമൻറ്റിൽ കൂടെ വരും ചൊറിയൊന്നും പറഞ്ഞു, പക്ഷേ ചൊറിയത്തില്ല കേട്ടോ, ആളുകൾക്ക് അറിയാം. അപ്പോൾ ഇത് അറിയാവുന്ന ആളുകളെ കൊണ്ടിരുന്ന കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ലൊരു വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഉള്ളിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാവർക്കാണ് വീഡിയോസ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ. ബൈ.